രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കള കയറിയതാണ്. ഇന്ന് ഓമയ്ക്ക അല്ലെങ്കിൽ കപ്ലങ്ങ എന്ന് പറയുന്ന സാധനമാണ് തോരൻ വെക്കാൻ തീരുമാനിച്ചത്. ഇത് ഞാൻ തൊടുപുഴയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്. തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്, വാഴക്കൊല കൊണ്ടുവന്നിട്ടുണ്ട്, ചക്ക കൊണ്ടുവന്നിട്ടുണ്ട്, കാന്താരിമുളക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എനിക്കിനി കുറച്ച് ദിവസത്തേനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനത്തെ തൊടുപുഴയിൽ നിന്ന് എല്ലാം സംഘടിപ്പിച്ചുകൊണ്ടോ വന്നേക്കണം കേട്ടോ. നമ്മുടെ പറമ്പിൽ തന്നെയുള്ള സാധനങ്ങളാണ്. ഞാൻ ഈ കപ്ലങ്ങ എടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊത്തിടുമ്പോൾ ആ ചൊനയങ്ങ് മാറിയിട്ട് നമുക്ക് കൈയൊന്നും പൊള്ളില്ല. കപ്ലങ്ങയ്ക്ക് ആ കയ്പ്, ഒരു ചെറിയ കയ്പ് പോലുള്ള അത് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ കൊത്തി എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചോപ്പറിൽ വെച്ചാണ് അത് അരിഞ്ഞെടുത്തത്. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ചോപ്പറിലിട്ടിട്ട് ഞാൻ വലിച്ച് നുറുക്കിയെടുക്കുകയാണ് ചെയ്തത്. തേങ്ങ ഞാൻ തൊടുപുഴയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളിവിടെ മേടിക്കുമായിരുന്നു തേങ്ങ കേട്ടോ. അപ്പം നോക്കിയപ്പോൾ സവോളയേ ഉള്ളൂ, കുഞ്ഞുള്ളിയില്ല. എന്നാൽ പിന്നെ സവോള ഇട്ടുണ്ടാക്കിയേക്കാമെന്ന് വെച്ചു. മഞ്ഞപ്പൊടിയും കാന്താരിമുളകും ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റോടു കൂടി കപ്ലങ്ങ തോരൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ. ഓമയ്ക്ക തോരൻ ഞങ്ങൾ കപ്ലങ്ങ എന്നാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് അടുപ്പത്ത് വെച്ച് സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ് തോരൻ വെക്കുന്നത് എങ്ങനെയാണ്. അപ്പം ഞാനൊരു തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമമാണ് ഇന്ന് രാവിലെ. ഞങ്ങൾ രാവിലെ കേട്ടോ വന്നത്, അതുകൊണ്ട് ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട്. എങ്കിലും കുളിച്ച് കഴിഞ്ഞപ്പോൾ കുറേ ഒരു ആശ്വാസമായി. ഇന്നത്തെ കറി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചമ്മന്തി അരച്ചു, കപ്ലങ്ങ തോരനും ഒരു തൈരും ഇച്ചിരി ഇരിപ്പുണ്ട്. അത് മാത്രമാണ് ഞങ്ങളുടെ ഇന്നത്തെ കറി. നല്ലതല്ലേ? ഒത്തിരി കറിയൊക്കെ കൂട്ടി കഴിക്കണേക്കാളും കൊച്ചു കറികൾ നല്ല ടേസ്റ്റോടെ കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ. ഞാനിങ്ങനെയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഇങ്ങനെയാണ്. ഒരു കറിയോ രണ്ട് കറിയൊക്കെ കാണത്തുള്ളൂ. മീൻവറുത്തമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചാറ് കറിയും കൂടെ മതി. അപ്പം ഇന്ന് ഒരു ചമ്മന്തിയും കൂടെ അരച്ച് കഴിയുമ്പോൾ ഞങ്ങളുടെ പരിപാടിയെല്ലാം തീരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കപ്ലങ്ങാത്തോരനൊന്ന് ഇളക്കി ഇടുന്നുണ്ട്. പിന്നെ ചമ്മന്തി അരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ഇഞ്ചിയും പുളിയും കാന്താരിമുളകും തേങ്ങയും വെച്ചാണ് ഞാൻ അരച്ചത്. പെട്ടെന്ന് തന്നെ എടുക്കാവുന്ന ഒരു സംഭവം അല്ലേ. പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി നമുക്ക് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ പറ്റും. അപ്പം ഇന്ന് ഉച്ചയൂണിന് ഇത്രയൊക്കെയാണ്. എൻ്റെ തൈരുണ്ട്, നല്ല കട്ട തൈരായിരിക്കണം. അപ്പോൾ പിന്നെ അതും കൂടെ കൂട്ടി അങ്ങ് കഴിക്കാമെന്ന് വെച്ചു. അച്ചാറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഭരണിയൊക്കെ കാലിയാക്കി വെച്ചേക്കും ഉമാർക്ക് ഭയങ്കര ഇഷ്ടമാണ് തൈരും അച്ചാറും കൂടെ കൂടിയൊക്കെ കഴിക്കുന്നതൊക്കെ. അപ്പോൾ പിന്നെ ആ പരിപാടിയൊക്കെ തീർന്നു. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു.